ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗ് ബോസിൽ ലൈവില് ബിഗ് ബോസ് വീട്ടിലൊരു വലിയൊരു വഴക്കുണ്ടായിരുന്നു. വഴക്കിന് ശേഷം നമ്മുടെ അനീഷ് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്ന, അതായത് സാധനങ്ങൾ എന്ന് പറയുന്നത് ജ്യൂസ് ബോട്ടിലുകൾ എറിഞ്ഞു തകർക്കുന്നതാണ് നമ്മൾ കണ്ടത്. സംഭവം എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് ടാസ്ക് കൊടുത്താലും അതെല്ലാം കുളമാക്കി കയ്യിൽ കൊടുക്കാനുള്ള കഴിവുള്ള മത്സരാർത്ഥികളാണ് ഇപ്പോഴുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ആ ഒരു ടാസ്കിലെന്ന് പറഞ്ഞാൽ, അതായത് രണ്ട് ജ്യൂസ് കമ്പനികളാണ്. അതായത് ഒരെണ്ണം ഓറഞ്ച് ജ്യൂസിൻ്റെ, അതാണ് അനീഷിൻ്റെ കമ്പനി. ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ നെവിൻ്റെ കമ്പനിയാണ്. അത് നാരങ്ങ ജ്യൂസിൻ്റെ കമ്പനിയാണ്, ലെമൺ ജ്യൂസിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു കൊട്ടയ്ക്കകത്ത് നിറച്ച് പിന്നെ ബോട്ടിലുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു ബോട്ടിലുകൾ എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ജ്യൂസ് നിറയ്ക്കണം. അങ്ങനെ ജ്യൂസ് നിറച്ചിട്ട്, ഇപ്പോൾ അനീഷ് ഓറഞ്ച് ജ്യൂസാണ് അനീഷിൻ്റെ ടീം നിറയ്ക്കുന്നതെങ്കിൽ അതിനുശേഷം അവർ നിറച്ച ജ്യൂസുകളുടെയൊക്കെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അനീഷ് ഇത് നമ്മുടെ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരൻ ജിഷിനുമാണ് ഇത് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ടിരിക്കുന്ന ആളുകൾ. ഉടമസ്ഥനാണ് ഈ നിവിനും അനീഷും. അപ്പോൾ അതായത് ലെമൺ ജ്യൂസ് കമ്പനിയുടെ ഉടമസ്ഥൻ നിവിനാവുമ്പോൾ ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെ ഉടമസ്ഥൻ അനീഷും. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇവർ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ അനുമോളും അതുപോലെ തന്നെ ജിഷിനും. ഇവരെ കാണിക്കണം. അപ്പോൾ ഇവർ നോക്കിയിട്ടാണ് ഉറപ്പ് വരുത്തുന്നത് ക്വാളിറ്റി ഉണ്ടോ, കൊള്ളാമോ, അപ്പോൾ ഇത് യോഗ്യതയുള്ളതാണോ, അതായത് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല ജ്യൂസാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നത് ഇവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവർ ചെക്ക് ചെയ്തതിന് ശേഷം വളരെ നല്ലത് എന്ന് തോന്നുന്ന ആ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഇവർക്ക് ഗോൾഡ് കോയിനൊക്കെ കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ കൊടുത്താൽ മതി, അത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് രാവിലെ 2 മണി, ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. വൈകുന്നേരം സന്ധ്യയ്ക്ക് 6 മണി വരെ ഈ ഒരു ടാസ്കിൻ്റെ ഒരു സംഭവം നീണ്ടു നിന്നു എന്നുള്ളതാണ് സംഭവം. ഈ ഒരു ടാസ്കിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മുടെ അനീഷിൻ്റെ ടീമാണ് ഏറ്റവും കൂടുതൽ ജ്യൂസ് നിറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ചെക്ക് ചെയ്യുന്ന ആളുകളുടെ മുന്നിലേക്ക് വച്ചു കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ടാസ്കിനെ മുഴുവനും നശിപ്പിച്ച് കൊളമാക്കി കൊടുത്തത് നമ്മുടെ നെവിനും അക്ബറും അതുപോലെ ഷാനവാസ്, അങ്ങനെ കുറേ എണ്ണം, നമ്മുടെ ആര്യനായാലും കുറേ പേര് ചേർന്നാണ് ഈ ഒരു ടാസ്കിനെ കൊളമാക്കിയത്. സംഭവം എന്ന് വെച്ചാൽ, ഇവർ നിറച്ചിട്ട് കൊണ്ടുവയ്ക്കുന്ന ആ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആളുകൾ നെവിനൊക്കെ എടുത്ത് കുടിക്കുക, ദേഹത്ത് ഒളിപ്പിച്ച് വെക്കുക, നിലത്തേക്ക് ഒഴിക്കുക, അങ്ങനെയുള്ള കുറേ വൃത്തികെട്ട വേലകളാണ് ഈ ഒരു ടാസ്കിൻ്റെ ഉള്ളിൽ ഇവർ ചെയ്തു കൂട്ടിയത്. നെവിൻ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ കണക്ക് കുറച്ച് ആളുകൾ, ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. ശരിക്കും ഇതൊരു ടാസ്ക് ആണെന്നും ഇത് മര്യാദയ്ക്ക് ചെയ്യണം എന്നുള്ള ഒരു മര്യാദ പോലും ഇവർ ആരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അവസാനം ഈ വേലത്തരങ്ങളൊക്കെ കാണിച്ചിട്ടും അവസാനം ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത്, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലും അനീഷിൻ്റെ ബോട്ടിലുകൾക്കൊന്നും പിന്നെ മാർക്ക് കൊടുക്കാനായിട്ട് അനുമോൾ സമ്മതിക്കുന്നില്ല. അനുമോൾ ഇതെല്ലാം ഏത് ബോട്ടിലെടുത്താലും അതെല്ലാം അനുമോൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും അതുവരെ പിടിച്ചു നിൽക്കുകയാണ് അനീഷ്. എന്നിട്ടും പുള്ളിക്കാരൻ വഴക്കൊന്നും ഉണ്ടാക്കാണ്ട് ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ, എന്നിട്ട് പോലും ജിഷൻ പറയുന്നുണ്ട് 5 പോയിന്റ് നമ്മുടെ നിവിൻ്റെ ടീമിന് കൊടുക്കാം, 4 പോയിന്റ് നമ്മുടെ അനീഷിൻ്റെ ടീമിന് കൊടുക്കാം എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും അനുമോള് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പിന്നീട് ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അനുമോള് പിണങ്ങി പോകുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി തിരിച്ചു വരുന്നു. ഇതൊക്കെയാണ് കാണുന്നത്. ശരിക്കും ഇതൊരു ടാസ്ക് ആണെന്നുള്ള ബോധം പോലും ഇതിൽ ആർക്കും ഇല്ലാതായിപ്പോയി എന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒടുവിലെന്ന് പറഞ്ഞാൽ, മാർക്ക് ചെയ്ത സമയത്തെന്ന് പറഞ്ഞാൽ, നിവിനാണ് ഈ വൃത്തികേടുകൾക്ക് മുഴുവനും ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നിവിനാണ്. ശരിക്കും നിവിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാവുന്നില്ല. നിവിന് ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇത്രയും ഭക്ഷണത്തിന് ആർത്തിയുള്ള ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യമൊക്കെ നമുക്കതൊക്കെ കാണുമ്പോഴത്തേക്കും വളരെ ഫണ്ണായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പീരായിട്ടാണ് തോന്നുന്നത്. ഒരു ടാസ്ക് കൊടുത്താൽ പോലും അതിൻ്റെ ഇടയിൽ ആ ഒരു ടാസ്കിന് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ പോലും ഒളിച്ചും അടിച്ചു മാറ്റി മോട്ടിച്ചൊക്കെ തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം. നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈഫ് ഉള്ളതാണ്. ജനങ്ങൾ വെറുതെ വിലയിരുത്തും നിങ്ങളെ കുറിച്ചിട്ട്.
അതുപോലും ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത കുറേ വാഴകളെ പിടിച്ച് ഈ ഒരു സീസണിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അനീഷിൻ്റെ ടീമിന് മാർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. മെയിനായിട്ട് അനുമോൾക്കാണ് ആ ഒരു വാശിയുള്ളത്. ഒടുവിൽ ജയിച്ചത് നിവിൻ്റെ ടീമാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, അനീഷിൻ്റെ ടീം കഷ്ടപ്പെട്ട് കൊണ്ടുവച്ച ബോട്ടിലുകൾ ഇരുന്ന സാധനങ്ങളൊക്കെ കട്ടുകുടിക്കുകയും മോട്ടിച്ചുകൊണ്ട് പോവുകയും ഒളിപ്പിച്ച് വെക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് 1ാം സ്ഥാനവും, കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വെച്ച ആളിന് അവരെ ഒന്നിനും പരിഗണിക്കുന്നില്ല. അവർ 2ാം സ്ഥാനത്തേക്ക് തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താണ്, അവർക്ക് ക്ഷമയുടെ നെല്ലിപ്പലക നഷ്ടപ്പെടും എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ അനീഷിൻ്റെ നമ്മൾ ആരും ഇതുവരെയും കാണാത്ത ഒരു മുഖമാണ് ഇന്ന് കണ്ടത്. ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ പൊട്ടിത്തെറിക്കുന്നു. കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ, അതായത് ജ്യൂസ് ബോട്ടിലുകളെല്ലാം എറിഞ്ഞ് തകർക്കുന്നു. അവിടെ കിടന്ന് അനീഷിൻ്റെ നമ്മൾ ഇതുവരെയും കാണാത്ത ഭയാനകമായിട്ടുള്ള ഒരു രൗദ്രഭാവമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ശരിക്കും ഇത് കണ്ടിട്ട് നമ്മുടെ ഭയങ്കര സംഭവമായിട്ടിരിക്കുന്ന നമ്മുടെ അക്ബറൊക്കെ പേടിച്ചന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഈ പുള്ളിക്കാരൻ തന്നെയാണോ എന്നുള്ള രീതിയിൽ നമ്മുടെ ബിഗ് ബോസ് വീടിനുള്ളിലുള്ള ഓരോരുത്തരും അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ് ഇണക്ക് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനീഷിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവിടെയും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത്രയും ദേഷ്യം വന്ന സമയത്ത് പോലും ഈ പുള്ളിക്കാരൻ്റെ വായിൽ നിന്നും ഒരു തെറി വാക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അത് അനീഷിൻ്റെ ക്വാളിറ്റി തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദില ഭയങ്കര ബോറായിട്ടുണ്ട്. ആദിലയും നെവിനപ്പുറമാണ് ജ്യൂസ് കട്ടുപിടിക്കും, ജ്യൂസ് നിലത്തൊഴിക്കും. എന്താ ഈ പെങ്കൊച്ച് കിടന്ന്, പെങ്കൊച്ചെന്നോ ആങ്കൊച്ചെന്നോ, എന്തായാലും ഈ ആദില കാട്ടിക്കൂട്ടുന്ന എന്താണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ശരിക്കും ആദിലയെ പുറത്തേക്ക് വിട്ട് കഴിയുകയാണെങ്കിൽ നൂറയുടെ ഗെയിമെങ്കിലും അടിപൊളിയായിട്ട് വരും. അത് ജനങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് ആദിലയെ പുറത്തേക്ക് അങ്ങ് വിടുക, നൂറയെങ്കിലും അവിടെ നന്നായിട്ട് നിന്ന് ഗെയിം കളിക്കട്ടെ. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.